ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് US ഫെഡിൻ്റെ ഡിസിഷൻ വന്നിരുന്നു. 0.25% നിരക്കിൽ പലിശ നിരക്ക് കുറയ്ക്കാനായിട്ട് തീരുമാനമെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ മീറ്റിങ്ങിൽ അവർ പ്രപ്പോസ് ചെയ്തിരുന്ന 2025 4 റേറ്റ് കട്ടുകളാണ് 0.25% നിരക്ക് വെച്ച്. പക്ഷേ പുതിയ മീറ്റിങ്ങിൽ ഇന്നലെ ഹിൻഡ് ചെയ്തിരിക്കുന്നത് 2025 2 റേറ്റ് കട്ടുകൾ ഉണ്ടാവുള്ളൂ 0.5 നിരക്കിലെന്നാണ്. ഇത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ന്യൂസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ 2025 ഇൻഫ്ലേഷൻ ടാർഗറ്റ് 2.1 നിന്ന് 2.5 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു മെസ്സേജാണ് മാർക്കറ്റിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടത്. ഡൗ ജോൺസ് 1123 പോയിന്റ് താഴെയും, S&P 500 178 പോയിന്റ് താഴെയും, അതുപോലെ തന്നെ നാസ്ഡാക്ക് 716 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്റ്റോക്കുകളും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും താഴെയാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആപ്പിളും ക്ലോസിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ വീക്ക് തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് $2,621 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കമ്മോഡിറ്റികളും വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. US ഫെഡിൻ്റെ ഡിസിഷൻ പൊതുവേ ഒരു സെല്ലിംഗ് പ്രഷർ എല്ലാ കമ്മോഡിറ്റികളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം IPOസും ഇന്ന് ഓപ്പൺ ആവുന്നുണ്ട്, പുതിയ IPOs. എന്നിരുന്നാലും SME സെഗ്മെൻറ്റിൽ സെബിയുടെ ഡിസിഷൻ വന്നിട്ടുണ്ട്. ചെറിയ ക്രൈറ്റീരിയ ചേഞ്ചസ് ഒക്കെ സെബി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം സ്ട്രിഞ്ചൻ മെഷേഴ്സും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. SME കമ്പനികൾക്ക് പ്രീവിയസ് 3 ഇയറിൽ 2 വർഷം 1 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഓഫർ ഫോർ സെയിൽ ടോട്ടൽ ഇഷ്യൂവിൻ്റെ 20% പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഓഫർ ഫോർ സെയിലിൽ ഷെയർ ഓഫർ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ 50% മാത്രമാണ് വിൽക്കാൻ പാടുള്ളൂ. ഒപ്പം SME IPO പ്രൊസീഡ്സ് ലോൺ റീപേയ്മെൻറ്റിന്, പ്രത്യേകിച്ച് പ്രൊമോട്ടേഴ്സിൻ്റെ നിന്നും ഡയറക്ടേഴ്സിൻ്റെ നിന്നും റിലേറ്റഡ് പാർട്ടികളുടെ കയ്യിൽ നിന്നും എടുത്തിട്ടുള്ള ലോൺ റീപേയ്മെൻറ്റിന് അനുവദിക്കുന്നതല്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് മെയിൻ ബോർഡ് IPO ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സിന് HNIസിന് അലോട്ട്മെൻറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് SME സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ. മാർക്കറ്റ് ലോട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ മാർക്കറ്റ് ലോട്ട് 1 ലക്ഷമാണ്. ഇനി എക്സ്ചേഞ്ചുകളുടെ ഡിസിഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം ഒരുപക്ഷെ എക്സ്ചേഞ്ചുകൾ മാർക്കറ്റ് ലോട്ട് കൂട്ടിയേക്കാം. മുമ്പത്തെ ഒരു പ്രപ്പോസലും അത്തരത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മെർച്ചൻ്റ് ബാങ്കിങ് രംഗത്തും സെബി വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മെർച്ചൻ്റ് ബാങ്കറുടെ നെറ്റ്വർത്തിൻ്റെ 25% ലിക്വിഡ് നെറ്റ്വർത്ത് ആയിരിക്കുന്നതാണ് സെബി ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലിക്വിഡ് നെറ്റ്വർത്തിൻ്റെ 20 ടൈംസ് മാത്രമാണ് അണ്ടർ റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നൊരു കാര്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രംഗങ്ങളിലും കുറച്ച് ടൈറ്റനിങ് മെഷേഴ്സ് വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ITC ഡീമർജറിനുള്ള റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജാനുവരി 6 100 ഷെയറുള്ള ITC ഷെയർ ഹോൾഡേഴ്സിന് 10 ITC ഹോട്ടൽസാണ് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ITC ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസിലും ഹോട്ടൽ ലീല വെഞ്ചറിലും വീണ്ടും സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. അലുമിനിയം റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത് 2025 അലുമിനിയ ഷോർട്ടേജ് ഉണ്ടാവും. അതിനനുസരിച്ച് അലുമിനിയം പ്രൈസസ് കൂടുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. മാർക്കറ്റ് താഴെ വരുമ്പോൾ അലുമിനിയം സ്റ്റോക്കുകൾ വാങ്ങാനുള്ളൊരു അവസരമായിട്ട് കാണാം. ഈ ന്യൂസ് ലോസൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിന് നൽകാൻ പോകുന്നത്.
ടി വി എസ് ഇലക്ട്രോണിക്സ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ടി വി എസ് ഗ്രൂപ്പിൻ്റെ. അവർ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഡിക്സൺ, ആംബർ എൻ്റർപ്രൈസസ്, സിർമ SGS, സയൻ DLM ഒക്കെയാണ് ഈ രംഗത്തുള്ളത്. ടി വി എസ് ഇലക്ട്രോണിക്സും കൂടി കടക്കുകയാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ടി വി എസ് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച്. മാർക്കറ്റ് ഫാളിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ടി വി എസ് ഇലക്ട്രോണിക്സ്. അതോടൊപ്പം തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു പക്ഷേ സ്വിഗ്ഗിയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റമൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2 പുതിയ ലിസ്റ്റിംഗ് ഉണ്ട്. ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസ് IKS ലിമിറ്റഡ്, അതുപോലെ തന്നെ യാഷ് ഹൈ വോൾട്ടേജ് BSE SME സെഗ്മെൻറ്റിലാണ് യാഷ് ഹൈ വോൾട്ടേജ് ലിസ്റ്റിംഗ് വരുന്നത്. നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ് ഈ IPOകളെല്ലാം തന്നെ. IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ബോർഡ് മീറ്റിംഗ് 27 ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻ്ററാർക്ക് ബിൽഡിംഗ് പ്രോഡക്ട്സ് പുതിയ ലിസ്റ്റഡ് കമ്പനിയാണ്. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ആയിട്ട് ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലൊക്കെ സ്റ്റീൽ കൂടുതൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇൻ്ററാർക്ക് ബിൽഡിംഗ് പ്രോഡക്റ്റിനെ സംബന്ധിച്ച്. ഗവൺമെൻറ് ഒരു പക്ഷേ 25% സേഫ് ഗാർഡ് ഡ്യൂട്ടി സ്റ്റീലിനെ ഇമ്പോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പൊതുവെ ഇത് സ്റ്റീൽ കമ്പനികൾക്ക് സ്ലൈറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് മാത്രമാണ് ഈ കമ്മോഡിറ്റികൾ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ബ്രിഗേഡ് എൻ്റർപ്രൈസ് ഇന്ത്യയിലത്തെ ഫസ്റ്റ് നെറ്റ് സീറോ റെസിഡൻഷ്യൽ കോംപ്ലക്സ് പണിയാണ്. അപ്പം പോസിറ്റീവ് ന്യൂസ് ലോസുള്ള മറ്റ് കമ്പനികൾ ഗാന്ധാർ ഓയിൽ, ബോറോസർ റിന്യൂവബിൾ, വക്രാങ്കി, അതുപോലെ തന്നെ ലോയിഡ് മെറ്റൽസ് ഒക്കെയാണ്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ 2024 ഡിസംബർ 31 വരെ ഹോട്ടൽസ് എല്ലാം സോൾഡ് ഔട്ടാണ്, റൂമുകളെല്ലാം സോൾഡ് ഔട്ടാണ്. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി രംഗത്തിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഹ്യൂജ് ബുക്കിംഗ് ആണ് എല്ലാ ഹോട്ടൽസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നിറ്റ്കോയ്ക്ക് 105 കോടി രൂപ വരെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടൈൽസും അതുപോലെ തന്നെ മറ്റ് അക്സസറീസും ഒക്കെ പ്രസ്റ്റീജ് ഗ്രൂപ്പിന് സപ്ലൈ ചെയ്യാനായിട്ടാണ്. റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സിൻ്റെ Q2 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഒപ്പം പുതിയ 2 IPOs കൂടി ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ളൊരു IPOയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ളൊരു IPOയും കൂടി വരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള IPO ഇന്ന് ഓപ്പൺ ആവുകയാണ്. ന്യൂ മലയാളം സ്റ്റീൽ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. തൃശ്ശൂർ മാളയിലുള്ളൊരു കമ്പനിയാണ്. മാർക്കറ്റിലോട്ട് 1600 SME സെഗ്മെൻറ്റിലാണ് വരുന്നത്. 1600 മാർക്കറ്റിലോട്ട്. 19-ാം തീയതി ഓപ്പൺ ചെയ്ത് 23-നാണ് ഈ SME IPO ക്ലോസ് ചെയ്യുന്നത്. NSE SMEയിലാണ്. 90 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് 391 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. നാളെയാണ് ഓപ്പൺ ചെയ്യുന്നത്. നല്ലൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. US മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അഹമ്മദാബാദിലുണ്ട്. CDMO സ്പേസിലും പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന IPOs ആണ് ഈ 2 IPOസും. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള IPOs എല്ലാം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യാണ്. കോൺകോർഡ് എൻവിറോ സിസ്റ്റംസ് IPO 701 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. ഇന്ന് ഓപ്പൺ ചെയ്ത് 23-ന് NDയും. മമത മെഷീനറി 243 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. ഇന്ന് ഓപ്പൺ ചെയ്ത് 23-ന് NDയും. DAM ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് 283 ഇഷ്യൂ പ്രൈസ്. ഇന്ന് ഓപ്പൺ ചെയ്ത് 23 ഡിസംബറിന് NDയും. അതുപോലെ തന്നെ ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് IPO 432 ഇഷ്യൂ പ്രൈസ്. ഇന്ന് ഓപ്പൺ ചെയ്ത് 23-ന് NDയാണ്. ഒപ്പം ഐഡൻറ്റിക്കൽ ബ്രെയിൻസ് സ്റ്റുഡിയോസ് NSE SME ആണ്. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്നു. ഓപ്പൺ ആണ്. 18-ന് ഓപ്പൺ ചെയ്തു. നാളെ അവസാനിക്കും. 30 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 54 ഇഷ്യൂ പ്രൈസ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. നാഗ്ഡാക്ക് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് BSE SMEയിലുള്ളൊരു കമ്പനിയാണ്. നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. ഓൾറെഡി 486.32 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. 35 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യത ഉണ്ട്. നാളെ അവസാനിക്കുകയാണ്. ഇന്ന് അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ IPOസിൽ
അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള IPOകളാണ്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള നല്ല IPOകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ വരുമ്പോഴാണ് ലോങ് ടൈമിലേക്ക് ബൈയിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റായിട്ട് മുന്നോട്ട് പോവുക. മാർക്കറ്റിൽ ഇനിയും വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം, പക്ഷേ ഈ മന്ത് എൻഡോടുകൂടി നമ്മുടെ നിഫ്റ്റിയും സെൻസസും റിക്കവർ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.